നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പുഴയിലെ കുത്തൊഴുക്ക് വെല്ലുവിളി, മുങ്ങൽ വിദഗ്ധർ ലോറിയുടെ സ്ഥാനം ഉറപ്പിക്കും. ഡിഫൻസ് PRO. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന് പുഴയിലെ കുത്തൊഴുക്ക് വെല്ലുവിളിയാകുമെന്ന് ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ള. ഒഴുക്ക് കുറഞ്ഞാൽ ഉടൻ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അടിത്തട്ടിലേക്ക് ഡൈവ് ചെയ്യുമെന്ന് അതുൽ പിള്ള പറഞ്ഞു. മുങ്ങൽ വിദഗ്ധർ ഡൈവ് ചെയ്ത് ലോറിയുടെ സ്ഥാനം ഉറപ്പിക്കും. തിരച്ചിലിനുള്ള ഒരുക്കങ്ങൾ മേഖലയിൽ പുരോഗമിക്കുകയാണെന്ന് അതുൽ പിള്ള വ്യക്തമാക്കി. ഷിരൂർ മണ്ണിടിച്ചിലിൽ അടിയൊഴുക്ക് കുറഞ്ഞാൽ ആദ്യം ട്രയൽ പരിശോധന നടത്താൻ നേവി. ഡ്രോൺ പരിശോധന നിർണായകം. ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള നിർണായക തിരച്ചിൽ പുരോഗമിക്കുന്നു. രക്ഷാദൌത്യത്തിന് പുഴയിലെ അടിയൊഴുക്കും കനത്ത മഴയും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അടിയൊഴുക്ക് കുറഞ്ഞാൽ ആദ്യം ട്രയൽ പരിശോധന നടത്താനാണ് നേവി സംഘത്തിന്റെ പദ്ധതി. 5-അംഗ സംഘം ഡിങ്കി ബോട്ടിൽ ലൊക്കേഷനിലെത്തും. ശേഷം പരിശോധനയ്ക്കായി ഡീപ് ഡൈവ് നടത്തും. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. ഒഴിവുകൾ. 42 ലക്ഷം ഉദ്യോഗാർത്ഥികൾ റദ്ദാക്കിയ UP പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ ഓഗസ്റ്റിൽ വീണ്ടും നടത്തും. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് റദ്ദാക്കിയ UP പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ ഓഗസ്റ്റിൽ വീണ്ടും നടത്തും. 60,244 ഒഴിവുകളിലേക്കാണ് നിയമനം. 2 ഷിഫ്റ്റുകളിലായാണ് പരീക്ഷ നടക്കുക. ആഗസ്റ്റ് 23, 24, 25, 30, 31 തീയതികളിലാണ് നടക്കുന്നത്. ഓരോ ഷിഫ്റ്റിലും 5 ലക്ഷം പേർ പരീക്ഷ എഴുതും. ഉത്തർപ്രദേശ് പോലീസ് റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രൊമോഷൻ ബോർഡാണ് ഇക്കാര്യം അറിയിച്ചത്. കൃത്യമായ ലൊക്കേഷനുണ്ട്. കാറ്റ് ശക്തമായാൽ ഡ്രോണിനെ പ്രതികൂലമായി ബാധിച്ചേക്കും. ശുഭവാർത്ത പ്രതീക്ഷിക്കാം. സച്ചിൻ ദേവ് MLA. പ്രതികൂല കാലാവസ്ഥയിലും തെരച്ചിൽ തുടരുമെന്ന ദൌത്യ സംഘത്തിന്റെ കോൺഫിഡൻസിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് സച്ചിൻ ദേവ് MLA. കാറ്റ് ശക്തമായാൽ ഡ്രോണിനെ പ്രതികൂലമായി ബാധിച്ചേക്കും. കൃത്യമായ ലൊക്കേഷനുണ്ട്. ശുഭവാർത്ത പ്രതീക്ഷിക്കാം. കുളുമണാലിയിൽ മേഘവിസ്ഫോടനം, NH3 അടച്ചു. കുളുമണാലിയിൽ മേഘവിസ്ഫോടനം, NH3 അടച്ചു. അഞ്ജലി മഹാദേവ മേഖലയിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ. മണ്ഡിയ, കിന്നൌർ,
കാൻഗ്ര ജില്ലകളിൽ 15 റോഡുകൾ അടച്ചു. ബുധനാഴ്ച വൈകിട്ടുണ്ടായ സംഭവത്തിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അടൽ ടണലിന്റെ നോർത്ത് പോർട്ടൽ വഴി സ്പിതിയിൽ നിന്നും മണാലിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ റോഹ്താങ്ങിലേക്ക് തിരിച്ചുവിട്ടതായി പോലീസ് അറിയിച്ചു. ആവശ്യമെങ്കിൽ മാത്രം യാത്ര ചെയ്യാനും ജാഗ്രതയോടെ വാഹനം ഓടിക്കാനും വഴിയിൽ ഉണ്ടായേക്കാവുന്ന അപകടത്തെക്കുറിച്ച് ബോധവാനായിരിക്കാനും പോലീസ് യാത്രക്കാരോട് നിർദ്ദേശിച്ചു. INTUC നേതാവ് രാമഭദ്രൻ കൊലപാതകം CPM-കാരായ 18 പ്രതികളിൽ 14 പേർ കുറ്റക്കാർ. ശിക്ഷാവിധി ഈ മാസം 30-ന്. INTUC നേതാവായിരുന്ന രാമഭദ്രൻ വധക്കേസിലെ 18 പ്രതികളിൽ 14 പേർ കുറ്റക്കാരെന്ന് CBI കോടതി. 4 പേരെ വെറുതെ വിട്ടു. കൊലപാതകം, ഗൂഢാലോചന, ആയുധം കയ്യിൽ വെക്കുക എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. പ്രതികളെല്ലാം CPM പ്രവർത്തകരാണ്. 2010 ഏപ്രിൽ 10-നാണ് വീട്ടിനുള്ളിൽ കയറി രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വെറുതെ വിട്ട പ്രതികളിൽ ജയമോഹൻ CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. തിരുവനന്തപുരം CBI കോടതി ഈ മാസം 30-ന് ശിക്ഷ വിധിക്കും. 19 പ്രതികളുണ്ടായിരുന്ന കേസിൽ ഒരു പ്രതി മരിച്ചിരുന്നു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 എണ്ണം വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 5-ന് അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. പുതിയ തലമുറയ്ക്ക് ദീപം കൈമാറാനുള്ള സമയമായി. ജനാധിപത്യം സംരക്ഷിക്കുകയാണ് പ്രധാനമെന്ന് ബൈഡൻ. രാജ്യത്തെയും പാർട്ടിയെയും ഒന്നിപ്പിക്കാനാണ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറിയതെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. പുതിയ തലമുറയ്ക്ക് ദീപം കൈമാറാനുള്ള സമയമായെന്നും US ഓവൽ ഓഫീസിൽ നടത്തിയ ടെലിവിഷൻ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിന്റെ പ്രതിരോധം അപകടത്തിലാകുന്നത് ഏത് പദവിയേക്കാളും പ്രധാനമാണ്. ഒരു പുതിയ തലമുറയ്ക്ക് ദീപം കൈമാറുക എന്നതാണ് ഏറ്റവും നല്ല വഴിയായി ഞാൻ തീരുമാനിച്ചത്. അതാണ് നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗവുമെന്ന് ബൈഡൻ പറഞ്ഞു. മൂവാറ്റുപുഴ വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂവാറ്റുപുഴ വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന വികാരി ഫാദർ ജോസഫ് കുഴിക്കണ്ണയിലിനെ പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെ 5-നാണ് പള്ളിയുടെ പാചകപ്പുരയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഫാദർ ജോസഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ ജോലിക്കെത്തിയ ജീവനക്കാരാണ് വൈദികനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി താഴേക്ക്. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. 760 രൂപ കുറഞ്ഞു. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 760 രൂപ കുറഞ്ഞ് 51,200-ലെത്തി. ഗ്രാമിന് 95 രൂപയും കുറഞ്ഞു. 1 ഗ്രാം സ്വർണത്തിന്റെ വില 6,400 രൂപയായി. ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പവന് വില 2000 കുറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നത്. 2,760 രൂപയാണ് ബജറ്റിനു ശേഷം സ്വർണ്ണവിലയിലുണ്ടായ ഇടിവ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.